Hey guys, welcome back to my YouTube channel. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ വ്ളോഗ് ഓഫ് കാലിഫോർണിയ സീരീസ്. ഇനി ഞാൻ കാലിഫോർണിയ വ്ളോഗ്സ് ഇട്ടിട്ട് നിങ്ങളെ വെറുപ്പിക്കില്ല കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ഇൻ ആൻഡ് ഔട്ട് ബർഗർ സ്ഥലത്താണ്. വൺ ഓഫ് ദ ഫേമസ് സ്പോട്ട് ഇൻ LA. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ബർഗർ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇൻ ആൻഡ് ഔട്ട് ബർഗർ ഫേമസ് LAയിലത്തെ ഒരു ഫാസ്റ്റ് ഫുഡ് ചെയിൻ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ആദ്യം ഇത് തന്നെ അങ്ങോട്ട് ട്രൈ ചെയ്യാം. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സോസ് ഉണ്ട്, ഇൻ ആൻഡ് ഔട്ട് സ്പ്രെഡ്. അത് നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി സോസ്. എനിക്ക് ആക്ച്വലി ഇൻ ആൻഡ് ഔട്ട് ബർഗർ നല്ലോണം ഇഷ്ടമായി. എസ്പെഷ്യലി ആ സോസ് ഇട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരുന്നു. കാലിഫോർണിയയിൽ വന്നിട്ട് ഹോളിവുഡ് സൈൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഒരു മോശമല്ലേ. അപ്പോൾ ഇൻ ആൻഡ് ഔട്ട് ബർഗറൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വിട്ടത് ഈ ഹോളിവുഡ് സൈൻ കാണാനായിരുന്നു. അപ്പം അങ്ങ് ദൂരെയുള്ള വ്യൂ ആണിത്. ഞങ്ങൾ ഗൂഗിളിൽ തപ്പിയിട്ട് കുറേ റെഫറൻസ് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഹോളിവുഡിന് മുന്നിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇത് ഹോളിവുഡ് ലാൻഡ് ആയിരുന്നു അറിയപ്പെടുന്നത്. 1923 പിന്നെ കുറേ റെനോവേഷൻസും റീകൺസ്ട്രക്ഷൻസും ഒക്കെ ആയിട്ട് ഹോളിവുഡായി മാറി. ഈ ഹോളിവുഡ് സൈൻ കാണാൻ ഡയറക്റ്റ് ആക്സസ് പ്രൊഹിബിറ്റഡ് ആണ്. പക്ഷെ ഇങ്ങനത്തെ കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട് നമുക്ക് ഈ സൈൻ ദൂരെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ വന്നത് ലേക്ക് ഹോളിവുഡ് പാർക്കിലാണ്. അപ്പോൾ പല മൂവീസിൽ ഹോളിവുഡ് സൈൻ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ടാണുള്ള എക്സൈറ്റ്മെന്റിലായിരുന്നു. അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് ഹോളിവുഡ് സൈനിൻ്റെ മുന്നിലാണ് ഗായ്സ്. കാണുന്നുണ്ടോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഹോളിവുഡ് സൈൻ ഉണ്ട്. ഐ ഹോപ്പ് യു ക്യാൻ സീ ഇൻ ദിസ് വീഡിയോ. ദിസ് ഈസ് ദ ഹോളിവുഡ് സൈൻ. അപ്പോൾ ദ ഹോൾ അമേരിക്കൻ ഫിലിം ഇൻഡസ്ട്രീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ഐക്കോണിക് ഹോളിവുഡ് സൈൻ കാണാൻ പറ്റി. 5 ദിവസം എത്ര പെട്ടെന്നാണ് പോയെന്ന് നമുക്ക് പോലും അറിയില്ല. വെരി ബിസി ആൻഡ് ലൈക്ക് ഫുള്ളി ഓക്യുപ്പൈഡ് ആയിരുന്നു. നമ്മൾ ഒരുവിധം അടിപൊളി സ്പോട്ട്സ് ഒക്കെ കവർ ചെയ്തു. സ്റ്റിൽ ദർ ആർ മെനി മോർ പ്ലേസസ് ടു എക്സ്പ്ലോർ ഇൻ കാലിഫോർണിയ. അപ്പം അത് അടുത്ത ട്രിപ്പിന് എന്തായാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഈ ട്രിപ്പ് ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ചു. കാരണം ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല വൈബായിരുന്നു. ലൈനിൽ നിന്നിട്ട് ഞങ്ങളെല്ലാവരും മാറി മാറി ഫോട്ടോ എടുക്കുകയാണ് ഹോളിവുഡ് സൈനിൻ്റെ മുന്നിൽ. പാവ റയനെ കൊണ്ട് കുറേ ട്രൈ ചെയ്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി. പക്ഷെ അവൻ മര്യാദയ്ക്ക് നിൽക്കുന്നില്ല. അതിലേട്ടനാണ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആള്. അപ്പം റാൻഡംലി 2-3 ലേഡീസ് വന്നിട്ട് ചോദിച്ചിരുന്നു ഒന്ന് ഫോട്ടോ എടുത്തരും. അവർ വിചാരിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആണെന്ന്. അങ്ങനെ നമ്മളെല്ലാവരും ഫോട്ടോ എടുത്ത് ഈ ഒരു സ്പോട്ടേ ഇവിടെയുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബെവർലി ഹിൽസ്, അതായത് ദ മോസ്റ്റ് റിച്ചസ്റ്റ് പ്ലേസ് ഇൻ കാലിഫോർണിയ, ലൈക്ക് ഭയങ്കര റിച്ച് ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്ത് ഒന്ന് പോവാന്ന് വിചാരിക്കുന്നു. എന്തോ ഭാവിയിൽ വല്ലതും നമ്മളവിടെ എവിടെയെങ്കിലും വീടൊക്കെ എടുത്താലും പറയാൻ പറ്റില്ല. അപ്പം ഈ യൂട്യൂബിൽ 1 million സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിരുന്നേ നല്ലതായിരുന്നു. ചുമ്മാ വെറുതെ ഓരോ നടക്കാത്ത സ്വപ്നങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് തിരിച്ചു പോവാണ് ഗൈസ്. അപ്പം മാക്സിമം ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. നല്ല പൊരിഞ്ഞ വെയിലും ചൂടൊക്കെ കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. അടുത്ത ലൊക്കേഷൻ നമ്മളിപ്പോൾ ഉള്ളത് ഗ്രിഫിത്ത് ഒബ്സർവേറ്ററിൻ്റെ മുന്നിലാണ്. ഇന്ന് ആക്ച്വലി മൺഡേ ആയതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പുറത്തെ വ്യൂ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന്. ഇവിടെ എന്താണ്, ഇവിടെ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് വ്യൂ കിട്ടും. യെസ്, ലോസ് ആഞ്ചലസ് LA ഫുൾ വ്യൂ കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഗ്രിഫിത്ത് ഒബ്സർവേറ്ററി മൺഡേസ് വർക്കിംഗ് അല്ല, ട്യൂസ്ഡേസ് ടു സൺഡേസ് ആണ് വർക്കിംഗ്. ഞങ്ങൾ കറക്റ്റ് വന്ന ഡേ മൺഡേ ആയിപ്പോയി. പക്ഷേ ഇവിടുത്തെ അഡ്മിഷൻസ് ഒക്കെ ഫ്രീ ആണ്. ഫ്രീ ടെലസ്കോപ്സ് ഉണ്ട്. അപ്പം നമുക്ക് വ്യൂ ഒക്കെ കാണാം. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ശരിക്കും ഒരു പാനറോമിക് വ്യൂ ഓഫ് LA നമുക്ക് ഇവിടുന്ന് കാണാം, ഇൻക്ലൂഡിങ് ഹോളിവുഡ് സൈൻ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എഡ്യൂക്കേഷണൽ എക്സിബിറ്റ്സ് ഉണ്ട്. ഹോളിവുഡ് സൈൻ കാണാൻ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ടാണ് ഈ ഗ്രിഫിത്ത് ഒബ്സർവേറ്ററി. അപ്പോൾ ഈ ഗ്രിഫിത്ത് പാർക്കിൽ കുറേ ട്രെയിൽസ് ഉണ്ട്. അപ്പം നമ്മൾ അതിൽ കൂടെ ഹൈക്ക് ചെയ്ത് നമുക്ക് ഈ ഹോളിവുഡ് സൈനിൻ്റെ അടുത്തെത്താം. പക്ഷെ നോട്ട് ടു ക്ലോസ്. ഞങ്ങളെല്ലാവരും മാറി മാറി ഈ ടെലസ്കോപ്പിലൂടെ ഇങ്ങനെ വ്യൂ ഇങ്ങനെ നോക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആദ്യം ആക്ച്വലി ഒന്നും കണ്ടില്ല. പിന്നെ ട്രൈ ചെയ്തപ്പം കാണാൻ പറ്റി.
ഈ LA സിറ്റിന്ന് നമ്മൾ എയർപോർട്ടിലേക്ക് ഒരു 2.5 മണിക്കൂറാണ്. അപ്പം ഞങ്ങളുടെ ഫ്ലൈറ്റ് 10 മണിക്കായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് റെൻ്റേ കാറും തിരിച്ചു കൊടുക്കണം. അപ്പം ഞങ്ങൾ ഈ ഒരു ഏരിയ ഒന്ന് ഓടിച്ച് കണ്ടിട്ട് തിരിച്ചു വിട്ടു. അപ്പോൾ കംപ്ലീറ്റ് LAൻ്റെ ഒരു പാനറോമിക് വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നൈറ്റ് ടൈം ആണെങ്കിൽ ഇതിനെക്കാട്ടും ഭംഗിയുണ്ടാവും ഈ വ്യൂ കാണാൻ. അടുത്ത സ്പോട്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ നല്ല റിച്ച് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. മില്യനേഴ്സൊക്കെ താമസിക്കുന്ന സ്ഥലം ഒന്ന് കാണാൻ. അപ്പം ഗൈസ് ഇതാണ് കേട്ടോ ബെവർലി ഹിൽസ്. അങ്ങനെ നമ്മളുടെ മില്യനേഴ്സിൻ്റെ വീട് കാണാൻ ബെവർലി ഹിൽസിൽ വന്നപ്പം വീടുകളെക്കാട്ടും കൂടുതൽ മതിലുകളാണ് നമ്മൾ കണ്ടത്. എന്താ മതിലില്ലാത്ത ഒരു വീട് കണ്ടു കേട്ടോ. വീണ്ടും ഇതാ മതിലുകൾ. അത് നോർമലി നമ്മൾ കാണാറുള്ള മതിലുകളല്ലായിരുന്നു, ഫുൾ ചെടികൾ വെച്ചിട്ടുള്ള മതിലുകൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രോപ്പർ LA സിറ്റി കൂടെ ഒരു ഡ്രൈവ് നടത്തി. നല്ല ഭംഗിയുള്ള നീളത്തിലുള്ള പാം ട്രീസാണ് ഇവിടെ മെജോറിറ്റി കാണാൻ കഴിയുന്നത്. ടോൾ ആൻഡ് തിൻ ട്രീസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏതോ ഒരു ഏരിയയിലെത്തിയപ്പം ഭയങ്കര ബ്യൂട്ടിഫുള്ളായ വയലറ്റ് കളർ ഫ്ലവേഴ്സ് ഉള്ള ട്രീസ് കണ്ടുകൊണ്ട് ഞങ്ങൾ ഓർത്തു ഇതിൽ കൂടി ഒന്ന് ഡ്രൈവ് ചെയ്യാമെന്ന്. അയ്യോ, ഒരു രക്ഷയില്ലായിരുന്നു കാണാൻ. ഒരു പ്രത്യേകതര ഭംഗിയായിരുന്നു. ചെറി ബ്ലോസം ഒക്കെ പോലെ വയലറ്റ് കളറിൽ നല്ല ഭംഗിയുള്ള ചെടികളായിരുന്നു കാണാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രമാത്രം ഭംഗി ആസ്വദിക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് ഒരു രക്ഷയില്ലാത്ത ഒരു വ്യൂ ആയിരുന്നു ഇത്. എ ബ്യൂട്ടിഫുൾ ഡ്രൈവ് ത്രൂ ദ സിറ്റി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് വിട്ടു. അപ്പം ഗായ്സ് നമ്മൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. LA എയർപോർട്ടിൽ നമ്മളെ ഫ്ലൈറ്റ് 10:20ക്കാണ്. അപ്പം ഞാനിങ്ങനെ ലൈനിൽ നിൽക്കാം വിത്ത് പാസ്പോർട്ട്. 5 ദിവസം എത്ര പെട്ടെന്നാണ് പോയെന്ന് ഞങ്ങൾക്ക് ശരിക്കും ഒരു പിടുത്തം കിട്ടിയില്ല. എല്ലാ ദിവസവും ഓരോ പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് എത്ര ഡേയ്സ് കഴിഞ്ഞു എന്നുള്ള ഒരു കണക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും വളരെയധികം വിഷമത്തോടെയാണ് ഞങ്ങൾ LA വിടുന്നത്. കാലിഫോർണിയ ഈസ് എ വെരി ബിഗ് സ്റ്റേറ്റ്. നമുക്ക് ഇനിയും കുറേ കവർ ചെയ്യാനുണ്ട്. എസ്പെഷ്യലി സാൻ ഫ്രാൻസിസ്കോ ഞങ്ങളെ ആ ഏരിയ കവർ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായാലും ആ ഒരു ഏരിയ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും റെഡിയായി നിൽക്കുകയാണ് ബോർഡിങ് ഏരിയയിൽ. ഞങ്ങൾ നടുക്ക് ഫുഡും വാങ്ങിച്ചിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. എയർപോർട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ വേറെ 2 ഫ്രണ്ട്സിനെ കണ്ടു കേട്ടോ, സക്രീനെയും ലിഡിയേനെയും. ഇതവിടെ സിസി ഇങ്ങനെ ബായ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ ആൾ കുറച്ച് കലിപ്പ് മോഡിലായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കി പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഷോയിങ് മീ ലവ് ആൻഡ് സപ്പോർട്ട്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പം ഭയങ്കര സന്തോഷം. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് അമർത്തിയിട്ട് നിങ്ങൾ എൻ്റെ Day 1 to Day 5 കാലിഫോർണിയ സീരീസ് എന്തായാലും കാണാം, അഭിപ്രായങ്ങൾ അറിയിക്കുക. അങ്ങനെ ഒരു 5 മണിക്കൂർ ജേർണിക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് ഫില്ലിയിൽ എത്തിയിരിക്കുന്നു ഗായ്സ്. അപ്പോൾ ഇതുപോലത്തെ മോർ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ്സ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Until then, take care. Bye bye. See you on my next vlog.